ഓക്കെ റെഡി. അപ്പം ഒരുപാട് നാളത്തെ കാത്തിരിവിനും പ്രണയത്തിനും ഒടുവിൽ 2 വർഷത്തെ പ്രണയം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വീട്ടുകാരുടെ അടിയിടി ബഹളം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവസാനം മേടിച്ചെടുത്തു. അതെ, അപ്പോൾ കല്യാണം ഭയങ്കര ഗംഭീരമായി. നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ഒരു ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നുകൊണ്ട് ഞങ്ങളങ്ങ് തകർത്തു. ഞങ്ങളുടെ മൊമെൻ്റ് അല്ല, ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ച മൊമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങ് തകർത്തു. ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം. കുറച്ചൊരു നന്ദി, ഭയങ്കര സന്തോഷം. താങ്ക് യു. നിങ്ങൾ വന്ന എല്ലാവർക്കും, മീഡിയക്കാർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടില്ല, എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് അൽമാസും നമ്മുടെ വെഡ്ഡിങ് എലമെൻറ്റ്സ് ഗ്രൂപ്പൊക്കെ നമുക്ക് ചെയ്തു തന്നു. അതേപോലെ ഈ ക്ലബ് വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ ടീമൊക്കെ നമുക്ക് ചെയ്തു തന്നു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. താങ്ക് യു സോ മച്ച്. ആള് പറയാം. എൻ്റെ പേര് ഷഫ്ന. ഞാനിപ്പോൾ മിസ്സസ് ഷഫ്ന, മിസ്സസ് നഹാസ്. അപ്പം ഞാൻ ഇവിടെ ബിഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുക കാരിത്താസിൽ. കോഴ്സ് കഴിഞ്ഞിട്ടില്ല, അപ്പോഴാണ് കൊച്ചിനെ കിട്ടിയതല്ല, പഠിക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്നു. അപ്പോൾ ഇതാ കല്യാണം ഞങ്ങൾ കുറേ കാലം നീണ്ടു നിന്ന് ആഗ്രഹിച്ച അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അധികമല്ല, 2 വർഷത്തെ പ്രണയമേ ഉള്ളൂ. പക്ഷേ ഈ 2 വർഷം ഞാൻ പറഞ്ഞു, ഇതിനിടയിൽ ആ സിനിമ ആദ്യമൊക്കെ സംഭവിച്ചു. അപ്പം ഞങ്ങൾ പ്രണയിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സിനിമ തുടങ്ങി. അപ്പം ഞങ്ങൾക്കിടെ വലിയൊരു ഗ്യാപ്പായി. പടം കഴിഞ്ഞ് വന്നു, പിന്നെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. അറിയാലോ, സിനിമാക്കാരെന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും കെട്ടിച്ചേർത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പടം ഇറങ്ങി കുറച്ച് സമയമെടുത്തു. വൻ പ്ലാനിങ് ആണ്. അതിനുവേണ്ടി വേറൊരു തിരക്കഥ എഴുതേണ്ടി വന്നു. അതുകൊണ്ട് ക്ലൈമാക്സ്. പുതിയ പ്രോജക്റ്റ് എഴുത്ത് നടക്കണം. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ വരും. എഴുത്ത് നടക്കണം, ഉടനെ തന്നെ ഉണ്ട്. അതെ, ഉണ്ട്. മാഡത്തിൻ്റെ കൂടെ ഒരു പടമുണ്ട്. അടുത്ത പടം അതായിരിക്കണം. അല്ല, അതൊന്നും പറയാറായിട്ടില്ല. നമ്മൾ എഴുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒഫീഷ്യലി ഞാൻ അറിയിക്കാം. ഞാൻ ഞാനാണ്, തിരക്കഥ വേറെ പുതിയ ആൾക്കാരാണ്. ആർട്ടിക്സിൻ്റെ ടീമല്ല, വേറെയാണ്. അവർ ഞാനോട്ട് വേറെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ തൽക്കാലം വേറെ പ്രൊജക്റ്റുകളിൽ ബിസിയാണ്. നല്ലല്ലേ, ആർട്ടിക്സ് കഴിഞ്ഞപ്പോൾ അവർ വേറെ ബിസി ആയത് നല്ല സന്തോഷമല്ലേ. എല്ലാവരും ബിസിയാണ്. അപ്പോൾ അടുത്ത ഇനി ഞങ്ങൾ റിയൂണൈറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രൊജക്റ്റുമായിട്ടായിരിക്കും. അതെ. അല്ല, പെപ്പെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ആക്ടറിലുപരി എൻ്റെ ബ്രദറാണ്. ഞാൻ സിനിമയ്ക്ക് മുമ്പും എല്ലാം എൻ്റെ ഭയങ്കര ബ്രദറാണ്. അപ്പം എൻഗേജ്മെൻറ്റ് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. കല്യാണത്തിന് എന്തായാലും വരുന്ന എനിക്ക് വാക്ക് തന്നു. എല്ലാവരും നീരജ് ആയിക്കോട്ടെ, ബൈജു ചേട്ടനൊക്കെ അങ്ങ് പാലക്കാട് നിന്ന് അങ്ങോട്ട് ഓടി വന്നതാണ്. ബേസിലായിട്ട് ഷൂട്ടിൻ്റെ ഇടയിൽ കൊല്ലത്തുനിന്ന് ഓടി വന്നതാണ്. എല്ലാവരും എനിക്ക് വേണ്ടി ഓടി വന്നത്. കാരണം അതാണ് എല്ലാവരും ആഗ്രഹിച്ചായിരുന്നു ഈ കല്യാണം. ഞങ്ങൾ ഒരുമിച്ച് പോയി, എല്ലാവരും വിളിച്ചതല്ല. അതുകൊണ്ട് അവർ വരാതെ ഉറപ്പ് ഇത് വന്നു. ഭയങ്കര സന്തോഷമായി. കാരണം എറണാകുളത്ത് വെച്ചാൽ മാത്രമല്ലല്ലോ, കാഞ്ഞിരപ്പള്ളി വെച്ചപ്പോൾ എല്ലാവരും വന്നില്ല. അത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഓർത്തില്ല എത്ര പേര് വരുന്നത്, പക്ഷേ ഭയങ്കര സന്തോഷം. താങ്ക് യു.